ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിൽ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവർ വെച്ച് ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇന്നൊക്കെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റവ് ഓണാക്കിയ ശേഷം ഒരു പാൻ വെച്ച് അത് ചൂടാവുന്ന നേരം നോക്കി ഇച്ചിരി എണ്ണ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, പാൻ ചൂടായി. അപ്പോൾ നമുക്കിനി അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണ്ടത്ര എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇച്ചിരി കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി അതിൻ്റെ ഒരു രൂപത്തെത്തുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി നമ്മളടുത്ത് അരിഞ്ഞു വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പച്ചമുളക് ഇടുക. അതൊന്ന് വഴണ്ട് അതിൻ്റെ ഒരു പച്ച മണവും അതിൻ്റെ ഇതിൽ നിന്ന് മാറി കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ സവോളയും പച്ചമുളകും ഇഞ്ചി അതെല്ലാം അവിടെ കിടന്നൊന്ന് വഴലണം. അതുവരെ നമുക്കറിയാലോ, ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്നും അത്ര ആയാലും കുഴപ്പമില്ല, എന്നാലും അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടും. അങ്ങനെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കിതേ ചെയ്യുന്ന മസാലകളെല്ലാം കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ മസാലകളെല്ലാം ഇട്ട് ഇളക്കി അതിനൊരു പരുവ് എത്തിക്കഴിയുമ്പോഴത്തേക്കും മസാലയുടെ മണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി അവിടെ നമ്മളിരുന്ന കോളിഫ്ലവർ, നമ്മുടെ മെയിൻ താരമായ കോളിഫ്ലവറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോളിഫ്ലവർ നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ, അല്ലാതെ നേരിട്ട് എടുത്തിടുന്നതല്ല. മഞ്ഞൾ വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷമാണ് ഇനി ഇതൊന്നെല്ലാം മിക്സാക്കി കഴിയുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിക്കാം. കാരണം നമ്മൾ നേരത്തെ ഇത് കോളിഫ്ലവർ വേവിക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെ ഒന്ന് വേവിക്കാൻ വെക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന കാണുമ്പോഴത്തേക്കും നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, ഇനി അടച്ച് കഴിഞ്ഞ് ഒന്ന് കോളിഫ്ലവർ ഒന്ന് വെന്ത് വരട്ടെ. കണ്ടോ, ഇടയ്ക്ക് ഒന്ന് തുറന്ന് അത് വെന്തോ അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. പിന്നെ അതൊന്നും കൂടെ ഒന്ന് അടച്ച് റെഡിയാക്കി വെക്കുക. അപ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് ഉള്ളി ചെയ്യുന്നതുകൊണ്ട് അങ്ങ് വെന്തോളും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളമെല്ലാം വറ്റി നല്ലൊരു മെഴുക്കുവരട്ടി രൂപത്തിലത് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ എല്ലാം നമുക്ക് ഈ കറി കൂട്ടി തിന്നാം കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യലായ കോളിഫ്ലവർ മെഴുക്കുവരട്ടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോളിഫ്ലവർ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അധികം ആരും മെഴുക്കുവരട്ടി ടൈപ്പ് ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് ഒരു വിശ്വാസം. എന്നാൽ ഇതൊന്ന് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതാണ് നമ്മുടെ കോളിഫ്ലവർ മെഴുക്കുവരട്ടി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.